കേരളത്തിലെ ജെ.ഡി.എസ് നേതാക്കളുടെ ചിത്രം ഉൾപ്പെടുത്തി നിർമ്മിച്ച പോസ്റ്റർ വ്യാജമെന്ന് തെളിഞ്ഞു. കർണാടകയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിലാണ് വ്യാജമായി കേരളത്തിലെ ജെ.ഡി.എസ് നേതാക്കളുടെ ചിത്രം വെച്ച് പ്രചരിപ്പിച്ചത്. യഥാർത്ഥ പോസ്റ്ററിനൊപ്പം മന്ത്രി കെ കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് എം.എൽ.എ എന്നിവരുടെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർക്കുകയായിരുന്നു. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജെ.ഡി.എസ് കേരള ഘടകം നേതാക്കൾ അറിയിച്ചു. കർണാടകയിൽ എൻ.ഡി.എക്ക് വേണ്ടി മത്സരിക്കുന്ന ജെ.ഡി.എസ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരളത്തിലെ ജെ.ഡി.എസ് നേതാക്കളായ മന്ത്രി കെ കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് എം.എൽ.എ എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി വ്യാജ പ്രചാരണം. കേരളത്തിലെ യു.ഡി.എഫിന്റെ നവമാധ്യമ ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജിലുമാണ് വ്യാജ പോസ്റ്റർ പ്രചരിച്ചത്. ബാംഗ്ലൂർ റൂറൽ ജെ.ഡി.എസ് സ്ഥാനാർത്ഥി ഡോക്ടർ സി മഞ്ജുനാഥിന്റെ യഥാർത്ഥ പോസ്റ്ററിൽ കേരളത്തിലെ നേതാക്കളുടെ ചിത്രങ്ങളില്ല. 2022 പാലക്കാട് നടന്ന ജെ.ഡി.എസ് ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ ഉപയോഗിച്ച നേതാക്കളുടെ ചിത്രം എഡിറ്റ് ചെയ്ത് കർണാടക പോസ്റ്ററിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്ന് ജെ.ഡി.എസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും DGPക്ക് പരാതി നൽകുമെന്നും ജെ.ഡി.എസ് നേതാക്കൾ അറിയിച്ചു. ബാംഗ്ലൂരിൽ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് JDSന്റെ സംസ്ഥാന അധ്യക്ഷൻ്റെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് തികച്ചും വ്യാജമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തയ്യാറാക്കി പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് തന്നെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി നൽകുന്നതാണ്. BJP-CPIM ബന്ധത്തിന്റെ പാലമാണ് JDS എന്ന് ആദ്യം പ്രചരിച്ച പോസ്റ്റർ പരാമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. UDFന്റെ പാലക്കാട് ജില്ലയിലെ നവമാധ്യമ ടീമാണ് വ്യാജ പോസ്റ്റർ നിർമ്മിച്ചതെന്നാണ് സൂചന. UDF ലൈവ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് പോസ്റ്റർ ആദ്യം പ്രചരിച്ചത്. JDS ദേശീയ നേതൃത്വവുമായി സംസ്ഥാന ഘടകത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി സ്വതന്ത്ര നിലപാടുമായി CPIMനൊപ്പം മുന്നോട്ടു പോകുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.